Hi all, welcome back again. So today I am going to show you the variable separable method for Helmholtz equation. Okay, ഇത് നോട്ടിൽ കാർട്ടീഷ്യനിലും സിലിണ്ടറിക്കലിലും സ്പെറിക്കലിലും ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കാർട്ടീഷ്യനിലാണ്. ഓക്കെ, യു ജസ്റ്റ് ഫോളോ മീ. അപ്പോൾ ഹെൽമോൾട്ട്സ് ഇക്വേഷൻ നമ്മൾ ഒറിജിനൽ ഫോം എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ സൈ പ്ലസ് കെ സ്ക്വയർ സൈ ഈക്വൽ ടു 0. ദിസ് ഈസ് ദ ഇക്വേഷൻ. ഓർ ഈ ഡെൽ സ്ക്വയർ നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? അതിൻ്റെ ഓപ്പറേറ്റർ ഫോം എന്തായിരുന്നു? ടോ സ്ക്വയർ സൈ ബൈ ടോ എക്സ് സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ സൈ ബൈ ടോ വൈ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ സൈ ബൈ ടോ സെഡ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ സൈ ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ? ഓക്കെ, നൗ നമ്മളെന്താ ചെയ്യാറ്? നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ വേവ് ഫങ്ഷൻ, ഇവിടെ സൈ ആണ് എൻ്റെ ഫങ്ഷൻ. ആക്ച്വലി ഇവിടെ നോക്കിയാൽ മനസ്സിലാവും സൈ ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ്. ഓക്കെ, റൈറ്റ്. ഞാൻ സെഡിനെ ഈ സെഡിനെ സ്മോൾ ലെറ്റർ സെഡ് ആയിട്ട് എടുക്കാം. കുഴപ്പമുണ്ടോ? ഓക്കെ, യെസ്, ക്ലിയർ. ദെൻ ഇതിന് നമ്മൾ എങ്ങനെ സപ്പോസ് ചെയ്യുന്നു? യെസ്, is a product of capital X which depends only on capital X, small x, and y and z. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ട കാര്യമല്ലേ? ഇങ്ങനെ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇങ്ങനെയാണ്, അല്ലെ? രീതി ഇതാണ്. റൈറ്റ്. ഇനി എന്ത് ചെയ്യണം? ഇതെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഹെൽമോൾട്ട്സ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? നോക്കോളേ, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് എക്സ് വൈ സെഡ്. ഇതിനെ ഞാൻ ശരിക്കും എന്ത് വിളിച്ചാൽ മതി? എക്സ് വൈ സെഡ് അങ്ങനെ വിളിച്ചാൽ പോരെ? ഇങ്ങനെ എക്സ് ഓഫ് എക്സ് അങ്ങനെ എഴുതിയിട്ട് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടുന്നില്ല. ഓക്കെ, എക്സ് വൈ സെഡ്. ഓക്കെ, പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഓഫ് അഗെയിൻ സൈ ഈസ് എക്സ് വൈ സെഡ്, ക്യാപിറ്റലാണ്. പ്ലസ് തേർഡ് ടേം ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ എക്സ് വൈ സെഡ്. റിമെമ്പർ, ഈ സെഡ് അല്ല, ഈ സെഡ്, ഇത് സ്മോൾ സെഡ് ആണ്, ഇത് ക്യാപിറ്റൽ സെഡ് ആണ്. പ്ലസ് കെ സ്ക്വയർ സെഡ് എന്താ? എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. സോ ദിസ് ഇസ് ദി ഇക്വേഷൻ. ഓക്കെ, നൗ ഇത് ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടേം ശ്രദ്ധിക്കുക. ഹിയർ ദിസ് ഈസ് ഡൺ. നമുക്ക് ശരിക്കും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്ന് വേറെ എടുത്ത് വെച്ച് കണ്ടിട്ട് ഇവിടെ കൊടുത്താൽ മതി. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ആയതുകൊണ്ട്. പക്ഷേ അതിനൊന്നും ആവശ്യമില്ല. നമ്മളൊരു PG കുട്ടികളാണ്, നമുക്ക് ഒറ്റയടിക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാം എന്താ കിട്ടുക. ഇവിടെ ഇപ്പോൾ എക്സിൽ മാത്രമാണ് ഡിഫറൻസിയേഷൻ നടത്തുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു ടേം മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കിത് ശരിക്കും ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാം. എനിവേ, എന്തെന്നായാലും ഇവിടെ ഇപ്പോൾ എക്സിൽ മാത്രമാണ് ചെയ്യുന്നത്, ഡിഫറൻസിയേഷൻ നടത്തുന്നത്. അതുകൊണ്ട് വൈയും സെഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇവിടെ സൈ ആണ് വരുന്നതെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇപ്പോൾ എക്സ് വൈ സെഡ് 3 ഫംഗ്ഷനായിട്ട് തന്നെയാണ്, 3 ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റായിട്ടുള്ളത്. അതുകൊണ്ട് വൈ സെഡിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. വെറും സൈ ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷെ സൈയെ ഇങ്ങനെ എക്സിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, വൈയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, സെഡിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് പ്രൊഡക്റ്റാക്കി എഴുതി. അങ്ങനെ പ്രൊഡക്റ്റായിട്ട് എഴുതിയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും ഇതിനെ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് എക്സ് വൈ സെറ്റിന് പകരം ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് എക്സ് വൈ സെറ്റ് എന്ന് എഴുതിയിട്ട് വൈ സെറ്റിനെ പുറത്തെടുത്തിട്ട് ക്യാപിറ്റൽ എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. ഓക്കെ, നോ പ്രോബ്ലം ഓൺ ദാറ്റ്. ക്ലിയർ ആണല്ലോ? എങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ വൈ സെറ്റിനെ പുറത്തെടുക്കാം. വൈ സെറ്റ് ഈസ് ടേക്കൺ ഔട്ട് സൈഡ്. ആൻഡ് ഇവിടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണേ. സൈ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സാധ്യമല്ല? ഇങ്ങനെ സാധ്യമല്ല. സൈ ആണെങ്കിൽ ഡി എന്ന് എഴുതാൻ പറ്റില്ല, ബിക്കോസ് സൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ് വൈ സെറ്റ്. സോ സൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡോ തന്നെയാണ് അഭികാമ്യം. പക്ഷെ ഇവിടെ സൈ അല്ല ഉപയോഗിക്കുന്നത്, വൈ സെറ്റിനെ പുറത്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ ഡി സ്ക്വയർ ക്യാപിറ്റൽ എക്സ് ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ വൈയിൽ ചെയ്യുന്നതുകൊണ്ട് എക്സ് സെറ്റ് പുറത്തെടുക്കാം. ബാക്കി ഡി സ്ക്വയർ ക്യാപിറ്റൽ വൈ ഡിവൈഡ് ബൈ ഡി വൈ സ്ക്വയർ പ്ലസ്
അടുത്ത സെറ്റിലാണ്, അതുകൊണ്ട് എക്സും വൈയും കോൺസ്റ്റൻ്റ് ആണ്. എക്സ് വൈ ടേക്കൻ ഔട്ട് സൈഡ്, ബാക്കി ഡി സ്ക്വയർ ബൈ ഡി സെറ്റ് സ്ക്വയർ ഓഫ് ക്യാപിറ്റൽ സെറ്റ് പ്ലസ് ആരുണ്ട് കെ സ്ക്വയർ എക്സ് വൈ സെറ്റ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? ഞാൻ എൻ്റെ ഐഡിയ മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുവാണ്. ഓക്കെ, നൗ യു ലിസൺ. ത്രൂ ഔട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് വൈ സെറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഏത് എക്സ് വൈ സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൈ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ വരിക, ഇവിടുത്തെ വൈ സെറ്റ് ക്യാൻസൽ ആയി 1/x വരും. 1/X ഡി സ്ക്വയർ ക്യാപിറ്റൽ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എക്സ് സെറ്റാണ് ഉള്ളത്. എക്സ് വൈ സെറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സും സെറ്റും ക്യാൻസൽ ആയിട്ട് 1/Y ഡി സ്ക്വയർ ക്യാപിറ്റൽ വൈ ഡിവൈഡ് ബൈ ഡി വൈ സ്ക്വയർ പ്ലസ് അടുത്തത് എക്സ് വൈ ആണ്. സോ എക്സ് വൈ ക്യാൻസൽ ആയിട്ട് സെറ്റ് ഉണ്ടാവും. 1/Z ഡിവൈഡ് ആണല്ലോ ചെയ്യുന്നത് ക്യാപിറ്റൽ സെറ്റ് ഡി സ്ക്വയർ ക്യാപിറ്റൽ സെറ്റ് ഡിവൈഡ് ബൈ ഡി സോ സ്മോൾ സെറ്റ് സ്ക്വയർ പ്ലസ് ഇവിടുന്ന് എക്സ് വൈ സെറ്റ് എന്ത് ചെയ്യും, ഈ എക്സ് വൈ സെറ്റ് ക്യാൻസൽ ആവും ഡിവൈഡ് ചെയ്യുന്നതിനെ കൊണ്ട്. സോ കെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്ക്, ആ സമ്മേഷനിൽ വരുന്ന ഓരോ ടേമിലും ഏതെങ്കിലും ഒരു ഫങ്ഷൻ അല്ലെ വേരിയബിൾ മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ ഇപ്പോൾ എക്സ്, ഇവിടെ എക്സാ. ദാറ്റ് മീൻസ് ദിസ് ടേം has a function x, contains a function x which depends only on small letter x. At the same time here the function y depends only on y. അങ്ങനെ ഓരോ സമ്മേഷനിലെ ടേമും ഏതെങ്കിലും സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത് ആണല്ലോ. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഉപയോഗിച്ച അതേ ഐഡിയ ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, സോ യു ഫോളോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, നിങ്ങളെ ലിസൺ, ഇവിടെ ഇത് എക്സിൻ്റെ ടെർമിനൽ എൽ എച്ച് എസിൽ വെച്ചുകൊണ്ട് ബാക്കി ഈ ഇത്രയും ടേം നമുക്ക് ആർ എച്ച് എസിലേക്ക് എടുക്കാം. അപ്പോൾ എന്താ വരിക, 1/X ഡി സ്ക്വയർ ക്യാപിറ്റൽ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ കെ സ്ക്വയർ അപ്പുറം പോയാൽ മൈനസ് കെ സ്ക്വയർ, ബാക്കി ഇത്ര ഇടുമ്പോൾ ആർ എച്ച് എടുക്കുമ്പോൾ -1/y ആവും ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി വൈ സ്ക്വയർ, ഇതും മൈനസ് ആവും. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി എൽ എച്ച് എസ് ആർ എച്ച് എസ് നോക്കുക. ഹിയർ ദിസ് എക്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എക്സ്. അറ്റ് ദ സെയിം ടൈം ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഡിപ്പെൻഡ്സ് ഓൺ വൈ ആൻഡ് സെറ്റ് അല്ലേ? എൽ എച്ച് എസ് എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെയും ആർ എച്ച് എസ് വൈനെ സെറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ദീസ് സ്മോൾ ലെറ്റർ എക്സ് വൈ സെറ്റ് ആർ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ടേമും ഇവിടെയുള്ള ടേമും, അതായത് ആർ എച്ച് എസിലുള്ള ഫംഗ്ഷനും എൽ എച്ച് എസിലുള്ള ഫംഗ്ഷനും ഡിഫറൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾസിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ഉപയോഗിച്ച, ദാറ്റ് മീൻസ് ലാസ്റ്റ് ലെക്ചറിൽ ഉപയോഗിച്ച ഐഡിയ, അതായത് ആർ എച്ച് എസും എൽ എച്ച് എസും എന്തായിരിക്കണം, എൽ എച്ച് എസും ആർ എച്ച് എസും എന്തായിരിക്കണം, ഒരു കോമൺ കോൺസ്റ്റൻറ്റ്, സെയിം കോൺസ്റ്റൻറ്റിന് ഈക്വൽ ആയിരിക്കണം. ശരിയല്ലേ? ആൻഡ് ഐ വിൽ കോൾ ഇറ്റ് എസ് മൈനസ് എൽ സ്ക്വയർ. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഇവിടെ നോക്കിക്കോളൂ. 1/X ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ. ശ്രദ്ധിക്കണേ, 1/X ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ. അതെന്തിന് ഈക്വൽ ആയിരിക്കണം, ഒരു കോമൺ കോൺസ്റ്റൻറ്റ്. ഐ വിൽ കോൾ ഇറ്റ് എസ് മൈനസ് എൽ സ്ക്വയർ. ഓക്കെ, ഇനി ആർ എച്ച് ഏതാ, ഇത് ഈ ടൈമിലെ ബാക്കിയുള്ളത്. ഓക്കെ, ഇതും എന്തിന് ഈക്വൽ ആയിരിക്കണം, മൈനസ് എൽ സ്ക്വയർ. സോ ഐ ക്യാൻ റൈറ്റ്, ഇവിടെ മൈനസ് കെ സ്ക്വയർ ഈ ടേം ആണേ, അതിനെ ഇവിടെ മാറ്റി എഴുതുവാണ്. minus k square minus 1/Y d square y by dy square minus 1/Z d square z by dz square equal to minus L square. ഓക്കെ, രണ്ട് ഇക്വേഷൻസും നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, ഇനി ഇത് നമുക്ക് മാറ്റാം. അതിന് മുമ്പേ ഞാൻ വേറെ ഒരു കാര്യം നിങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കോളേ, 1/X ഇങ്ങോട്ട് എടുത്താൽ മൈനസ് എൽ സ്ക്വയർ എക്സ് എന്നാവും അല്ലേ? ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് എൽ സ്ക്വയർ ക്യാപിറ്റൽ എക്സ്. എടാ, ആ ടൈപ്പ് ഇക്വേഷൻസ് നമ്മൾ ഡിഗ്രിയിൽ സോൾവ് ചെയ്തതാ അല്ലേ? നിങ്ങൾക്ക് എക്സ്പോണൻഷ്യൽ ടൈപ്പ് എന്ത് കിട്ടും, എക്സ്പോണൻഷ്യൽ അല്ല, അത് ഐ മീൻ
ഓസിലേറ്ററി ആണ്, അതായത് സൈനസോയിഡൽ ടൈപ്പ് ആൻസറാണ് കിട്ടുക. ഓക്കെ, A1 കോസ് സംതിങ് പ്ലസ് B1 സൈൻ സംതിങ്. ഓക്കെ, സൈനിൻ്റെയും കോസിൻ്റെയും ഒക്കെ ഫംഗ്ഷനായിട്ട് നിങ്ങൾക്ക് അവിടെ എക്സിനെ എന്ത് ചെയ്യാം, റെപ്രസെൻ്റ് ചെയ്യാം. അല്ലെങ്കിൽ e⁻i സം എക്സ് പ്ലസ് സം കോൺസ്റ്റൻറ്റ് e⁻−i(x). ആ ഫോമിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ എക്സിനെ റെപ്രസെൻ്റ് ചെയ്യാം. ബിക്കോസ് ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തതാണ്, ശരിയല്ലേ? അപ്പോൾ d²x/dx² d(x²) ഈക്വൽ ടു -L² X എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ മുമ്പേ സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് എന്തില്ല, നേരത്തെ കണ്ട പ്രയാസമില്ല. നേരത്തെ നമുക്ക് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ ഫസ്റ്റ് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അതിന് വേണ്ടി വേരിയബിൾ സെപ്പറബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഈ പൊസിഷനിലെത്തി. X എന്ന് പറയുന്ന ഫംഗ്ഷൻ കാണുന്നതിന് ഒരു പ്രയാസവും ഇല്ല. ഇതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, സൈനിൻ്റെയും കോസിൻ്റെയും ടേമിലുണ്ടാവും. ഒന്നിക്കെ സൈൻ്റെ അല്ലെ കോസിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എന്താ സൂപ്പർ പൊസിഷനായിട്ട് എഴുതാം. ഓക്കെ, എനിവേ അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് അതുപോലെ തന്നെ ഇതിനെ മാറ്റാം. അതിന് വേണ്ടിയിട്ട് L² ഇങ്ങോട്ടേക്കും ഈ സെഡിൻ്റെ ടൈമിന് RS കൊടുക്കാം. അപ്പോൾ L² വന്നാൽ -7 ഇപ്പുറം വരുമ്പോൾ പ്ലസ് ആയിരിക്കും അല്ലേ? അപ്പോൾ L² ഇങ്ങോട്ടെടുത്ത് അത് പ്ലസ് ആയി L² -K² -1/y d²Y dy². ഈ ടൈമിന് RS എടുക്കുന്നു. അപ്പോൾ 1/z d²Z by dz². കറക്റ്റ് അല്ലേ? ഓക്കെ, ഫൈൻ. എനി പ്രോബ്ലം? ഓക്കെ, റൈറ്റ്. നൗ യു കോൾ ദിസ് ആസ് n². അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? L² -K² -1/y d²Y dy² ഈക്വൽ ടു n². അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നേരത്തെ ഉപയോഗിച്ച അതേ ഐഡിയ. ഇന്ന് ഇവിടെ LHS വൈയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്, RHS സെഡിൽ മാത്രമാണ് അല്ലേ? സോ ഹിയർ ഇതെന്തായിരിക്കണം, ഒരു കോമൺ കോൺസ്റ്റന്റ്. അതായത് രണ്ടും, അതായത് LHS വൈയിൽ മാത്രവും RHS സെഡിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണല്ലോ. പക്ഷേ ദേ ആർ ഈക്വൽ. LHS ഈക്വൽ RHS ആണ്. ദാറ്റ് മീൻസ് രണ്ടുപേരും ഒരു കോമൺ കോൺസ്റ്റൻറ്റിന് ഈക്വൽ ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ അല്ലേ? റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് ഈക്വൽ ടു ആക്ച്വലി -n². ഓക്കെ, കറക്റ്റ്. അപ്പോൾ ഇത് ഈക്വൽ ടു -n² ആണ്. അതുപോലെ 1/z d²Z by dz² ഈക്വൽ ടു -n². ഓക്കെ, നിങ്ങൾക്ക് നേരത്തെ എക്സിൻ്റെ കിട്ടിയ പോലെ ഇവിടെ സെഡിൻ്റെ കിട്ടി. ഇനി ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ അതേപോലെ ഇതിനിങ്ങോട്ടേക്കും ഇതിനിങ്ങോട്ടേക്കും എടുക്കാം. അങ്ങനെ എടുത്താൽ ഈ -n² പേര് വന്നിട്ട് +n² ആവും. n² പ്ലസ് L² -K². ഓക്കെ, നേരെ ഇപ്പുറത്തേക്ക് വന്നാൽ 1/y d²Y by dy². കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് ഇതിനെ നമുക്കൊരു കോമൺ ഒരു എന്താ -m² എന്ന് വിളിച്ചാൽ n² പ്ലസ് L² -K² ഈക്വൽ ടു -m² ഓർ L² പ്ലസ് m² പ്ലസ് n² ഈക്വൽ ടു K². ഓക്കെ, ഒരു റിലേഷൻ കിട്ടും. ഫൈൻ. എനിവേ എൻ്റെ ഉദ്ദേശം ഈ ഇക്വേഷൻസ് നോക്കുക. ഒന്നത് പിന്നെ Z² ഇക്വേഷൻ, ഈ ഇക്വേഷൻ, അതുപോലെ എക്സിൻ്റെ ഇക്വേഷൻ അല്ലേ? ഈ ഇക്വേഷൻസ് ഒക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്, അല്ലെങ്കിൽ അത് നമ്മൾ മുന്നേ സോൾവ് ചെയ്തതാണ്. ഇനി അങ്ങനെ കിട്ടിയാൽ മാത്രം പോരാ, നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ x ഈക്വൽ ടു നിങ്ങൾക്കിപ്പോൾ കിട്ടുക ചിലപ്പോൾ x ഈക്വൽ ടു സം A1 cos Lx അല്ലേ? ഇതല്ലേ ഇക്വേഷൻ. സോ L ആണ് ഉള്ളത്. സോ ഐ എം യൂസിങ് Lx. നിങ്ങൾ ഹാർമോണിക് ഓസിലേറ്റർ സോൾവ് ചെയ്ത് ഓർമ്മയില്ല, അതുപോലെ പ്ലസ് B1 sin Lx. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ A1 B1 ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാം യൂസിങ് യുവർ ബൗണ്ടറി കണ്ടീഷൻ. വാട്ട് എവർ, ഇതാണ് മെത്തേഡ്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. അതായത് ഇതിൻ്റെ സിലിണ്ടറിക്കലും സ്പെറിക്കലും നോട്ടിലുണ്ട്, വായിച്ചു നോക്കുക. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്പെറിക്കൽ വണ്ണാണ്, കാരണം അത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു 1-2 വീഡിയോസ് ഞാൻ 5th സെമ്മുകാർക്ക്, അതായത് ഹൈഡ്രജൻ ആറ്റം സോൾവ് ചെയ്ത് ഓർമ്മയില്ല നിങ്ങൾക്ക്, അവിടെ ഇതേ പ്രൊസീജിയറാണ് ചെയ്തത്.
ഓക്കെ, അതുകൊണ്ട് നോട്ട് വായിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് വായിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഞാൻ ലിങ്ക് ഇട്ട് തരും എൻ്റെ ക്ലാസ്സിൻ്റെ, അതായത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ക്ലാസ്സിൻ്റെ ലിങ്ക്. ആ ലിങ്ക് വഴി കയറിയിട്ട് യൂട്യൂബിൽ എൻ്റെ എന്ത് ചെയ്യുക, ആ ലെക്ചർ കാണുക. ഹൈഡ്രജൻ ആറ്റത്തിനെ വേരിയബിൾ സെപ്പറബിൾ ഉപയോഗിച്ച് സോൾവ് ചെയ്തതും, എന്നിട്ട് അവിടെ നമ്മൾ എക്സ് വൈ സെറ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ആർ തീറ്റ ഫൈ ഇങ്ങനെയാണ്. ഓക്കെ, നമ്മുടെ വേവ് ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, റൈറ്റ്. അപ്പോൾ ആറിനൊരു സൊല്യൂഷൻ, തീറ്റക്ക് ഫൈക്ക്. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്നത് വളരെ ഫൈ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടാവും. ആറും തീറ്റയും സോൾവ് ചെയ്യുന്നത് നിങ്ങളുടെ സ്പെഷ്യൽ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അതുകൂടെ അതിൽ പറ്റുന്നുണ്ട്, റൈറ്റ്. ഫൈനൽ സൊല്യൂഷൻ്റെ ഒന്ന് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ബേസറിലേക്ക് നോക്കിയാൽ മതി. എനിവേ, ആ ലെക്ചർ കൂടെ കാണുക. റിമെമ്പർ, അത് ഡിഗ്രി കുട്ടിയൊക്കെ വേണ്ടി എടുത്തതാണ്. എനിവേ, എന്ത് ചെയ്യുക, ഇപ്പം നിങ്ങൾക്ക് ആവശ്യം വന്നതുകൊണ്ട് ആ ലിങ്കും കൂടെ ഞാനിവിടെ ഷെയർ ചെയ്യുവാണ്. ഓക്കെ, അതുകൂടെ കാണണേ, എങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ഇതിൻ്റെ അടുത്ത പാർട്ട് നിങ്ങൾക്ക് നോട്ടിൽ തന്ന പാർട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ വാച്ച് ദാറ്റ് വീഡിയോ ആൻഡ് റൈറ്റ് ഡൗൺ യുവർ നോട്ട്. സോ താങ്ക് യു.